ഹലോ ഗൈസ്, ലൈഫ് അപ്ഡേറ്റ്സിന് 43 ദിവസം രാവിലെ തന്നെ 2 മുട്ടയും കഴിച്ച് കട്ടനും കുടിച്ച് പുറത്ത് ഇറങ്ങി നടന്നു. എന്നിട്ട് ജിമ്മിലേക്ക് പോയി. ഹാംസ്ട്രിംഗ് ഡേ ആണെന്ന് വാമപ്പം ചെയ്ത് അരപ്പട്ടയും കെട്ടി വർക്കൗട്ട് തുടങ്ങി. സ്റ്റിഫ് ലെഗ് ആണ് ഇന്ന് ആദ്യം ചെയ്തത്. അതേപോലെ തന്നെ ഹാംസ്ട്രിംഗ് ഉണരും. പിന്നെ വെറൈറ്റിക്ക് വേണ്ടി ഹാംസ്ട്രിംഗുകൾ ഇങ്ങനെ ചെയ്തു. ഓരോ കാല് വീതം വെച്ച് ചെയ്യുന്നതുകൊണ്ട് മസിൽ നല്ലപോലെ എൻഗേജ് ആവും. അതിനുശേഷം ഹിപ്പ് ട്രസ്റ്റ്, അതും കഴിഞ്ഞ് കാഫ് റൈസും ചെയ്ത് വീട്ടിലെത്തി. ഉച്ചയായപ്പോൾ കെട്ടും കിടക്കെടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി 3-4 ദിവസം കഴിഞ്ഞിട്ടേ തിരിച്ചു വരുള്ളൂ. ഇവിടെ നേരെ എറണാകുളം, അവിടെ നിന്ന് തിരുപ്പള്ളി, പിന്നെ അവിടെ നേരെ വയനാട്. അങ്ങനെയാണ് ഇപ്പോഴത്തെ പ്ലാൻ. തുണിയും മണിയെല്ലാം പെറുക്കിയെടുത്ത് സഞ്ചിയിട്ടാണ് ഇറങ്ങിയത്. സ്റ്റോപ്പിൽ വന്നപ്പോഴേ ബസ് കിട്ടി. ബസ് കയറി വൈക്കത്തുനിന്ന് വൈറ്റില്ല. വഴിമധ്യ തുണിയെല്ലാം ബാഗിലാക്കി. വയറ്റിലെത്തി കഴിഞ്ഞ പിന്നെ പോസ്റ്റ് ഉറപ്പാ. ലാസ്റ്റ് ടൈം സിംഗപ്പനാണ് പോസ്റ്റ് ചെയ്തെങ്കിൽ ഇപ്രാവശ്യം ഗോകേട്ടൻ. കുറെ കഴിഞ്ഞപ്പോൾ അവൻ വന്നു. അവൻ്റെ ഇരിപ്പ് ഭാഗം കണ്ടാത്തൊന്നും ഞാനാണ് ലേറ്റ് ആയെന്ന്. പിന്നെ അവിടെ ഇരുന്ന് ഒരു കോഫിയും കുടിച്ച് കഥയും പറഞ്ഞ് നേരെ ഡെക്കാത്തലോണിലേക്ക് പോയി. ഇവിടെ ഒരു സൈഡിൽ നിന്ന് ട്രയൽ അടി തുടങ്ങി. ക്യാരംസും കളിച്ച് ഈ കാണുന്ന സാധനത്തിന്റെ ബോർഡ് പറഞ്ഞു കളഞ്ഞ് സ്നോർക്കലിംഗ് വരെ എത്തി. പിന്നെ പർച്ചേസിംഗ് തുടങ്ങി. ഹെൽത്ത് വിട്ടൊരു കളിയില്ല. 5 മണിക്ക് ഒന്ന് കയറിയത് ഇതിനകത്ത്. ഇറങ്ങിയപ്പോൾ 8:30 കഴിഞ്ഞു. സമയം പോയത് അറിഞ്ഞതേയില്ല. അവിടെ നിന്ന് ഗൂഗിൾ പേ ചെയ്ത് ഇറങ്ങിയെന്ന് വർത്താനം പറഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ പോയി. അൽഫാം കഴിക്കാൻ പോയപ്പോൾ ഒരു ഫാമിലുള്ള കോഴിയെ ഫുള്ളെടുത്ത് കമ്പിയിൽ കുത്തിയിട്ട് കറക്കുന്നു. ഇവിടുന്ന് ഫുഡ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യലാണ് വെയിറ്റ് ചെയ്യൽ. പുറത്തിരുന്ന് വെയിറ്റ് ചെയ്ത് ഒരു 3/4 മണിക്കൂർ, എന്നിട്ട് അകത്തിരുന്ന് വെയിറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ. കാത്തിരുന്ന് അവസാനം ഫുഡ് എത്തി. ഫുഡിന്റെ ടേസ്റ്റ് ഒരു ബിലോ ആവറേജ് ഉണ്ടായിരുന്നുള്ളൂ. ഈ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്ന നോക്കുമ്പോൾ ഉള്ളിൽ നിന്നൊരു വിങ്ങല്. പിന്നെ ഫുഡും കഴിച്ച് ഗൂഗിൾ പേ ചെയ്ത് നേരെ ക്വീൻസ് വേ പിടിച്ചു. അവിടെ കുറച്ച് നേരം ഇരുന്നപ്പോൾ ഈ മച്ചാൻ വന്ന് പാട്ടും പരിപാടിയും തുടങ്ങി. കൊള്ളാം, കഴിവുള്ള പയ്യന. വരുന്ന ഷോ സ്റ്റീലർ. ഈ മനുഷ്യന്റെ പകുതിയുടെ പകുതി തൊലിക്കേട്ട് നമുക്കുണ്ടായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലൊക്കെ എത്തിയേനെ. അവിടെ ഇരുന്ന് നേരം വെളുക്കായപ്പോൾ നേരെ കാക്കനാടേക്ക് വന്നു, ചെക്കന്മാരുടെ റൂമിലേക്ക്. പിന്നെ ഇവിടെ എത്തി ഉറങ്ങിയപ്പോൾ സമയം വെളുപ്പിന് 5 മണി. ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. അപ്പോൾ ബൈ.